മുഹമ്മദ് ഷഹീദ് കൂടി ചേരുന്നുണ്ട്. ഷഹീദും അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷഹീദ്, ഈ പോലീസുമായിട്ടോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുമായിട്ടോ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ അതിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലുമായിട്ടോ മറ്റോ സംസാരിക്കാൻ സാധിച്ചിരുന്നോ? എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് ആരെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ? എന്താണ് ഷഹീദ് അവിടെ നിന്നും അറിയുന്നത്? പൂജ, ഞാനിപ്പോൾ ബേബിമുള്ള ആശുപത്രിയിലാണ്. ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞാൻ അപ്പോഴും വർക്ക് എടുക്കായിരുന്നു. അപ്പോൾ പുക ആളിപ്പെട്ടിരുന്നാണ് കണ്ടത്. അപ്പോൾ മുകളിൽ നല്ല കറുത്ത കട്ടിയിൽ പുക ഇങ്ങനെ പൊങ്ങി പോകുമായിരുന്നു. അപ്പോൾ ഓടി വന്നപ്പോൾ പുക ശക്തിയിലുണ്ട്. അപ്പോൾ ഇന്ന് ഫയർഫോഴ്സ് ഒക്കെ വന്ന് പിന്നെ മുകളിൽ ആൾ കയറി വെള്ളം അടിച്ച് ഏകദേശം ശമനായി. ഇപ്പം തീരെ പുക ഇല്ലാതെ. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ വെൽഡിങ്ങിന്റെ വർക്ക് താഴെയായിരുന്നു. മുകളിൽ ആരെങ്കിലും ജോലിക്കാരുണ്ടായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിരിക്കാം. ജോലിക്കാരുണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കാറുണ്ട്. രോഗികളുണ്ടോ? എന്തിനാണ് തീ പിടിച്ചത്? AC പ്ലാന്റ് ആണെന്ന് പറയുന്നത്. AC പ്ലാന്റ് ആയിരുന്നു. AC പ്ലാന്റിന്റെ മെഷീനൊക്കെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്താ തീ പിടിച്ചത് എന്താണെന്നുള്ള അറിയില്ല. ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഏറ്റവും ടോപ്പിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അവിടെ പേഷ്യൻസ് കാര്യങ്ങളൊന്നും പുതിയ ബ്ലോക്കിൽ ഉണ്ടായിരുന്നവരാണോ? അല്ലല്ല, നമ്മൾ പഴയ ബ്ലോക്കിൽ ഗ്രൗണ്ടിൽ എമർജൻസിയാണ്. നമ്മൾ കോഡ് റെഡിന്റെ ടീമാണ്. സോ നമ്മൾ എവിടെ കോഡ് വിളിച്ചാലും അലേർട്ടായിട്ട് ആ ഏരിയയിൽ എത്തണം എന്നാണ്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് സംഭവം. ആ ഏരിയയിൽ സ്മോക്ക് വരുന്നത് കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയതാണ്. പേഷ്യൻസ് ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സേഫാണ്. കൃത്യമായ അലേർട്ട് വന്നിരുന്നല്ലേ? ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ അലേർട്ട് വരും ഏത് കോഡ് ഉണ്ടെങ്കിലും. നിങ്ങൾ ഇവിടെ ഈ ബ്ലോക്കിൽ ഉണ്ടായിരുന്നവരാ? ഞങ്ങൾ ഈ ബ്ലോക്കെല്ലാം മറ്റേ ബ്ലോക്കിലുള്ളതാണ്. എമർജൻസിയിലെ സ്റ്റാഫാണ്, നഴ്സുമാരാണ്. നമുക്ക് ആ കോഡ് അനൗൺസ് ചെയ്യുന്ന കേട്ടപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നു. പേഷ്യൻസ് ഉള്ള ഏരിയ ആയിരുന്നില്ല, പേഷ്യൻസ് ഇല്ലാത്ത AC പ്ലാന്റിലാണ് വന്നത്. പേഷ്യൻസിനെ ഒന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും മേലത്തെ AC പ്ലാന്റിൽ മാത്രമേ തീൻ്റെ ഇതുള്ളൂ. ഇതിന്റെ താഴ്ഭാഗത്തേക്കൊക്കെയോ? ഒന്നുമില്ല, അവിടെയൊക്കെ പേഷ്യൻസ് ഉള്ളതാണ്. പേഷ്യൻസിനെ എഫക്ട് ചെയ്യുന്ന വിധത്തിലൊന്നും ആയിട്ടില്ല. മുകളിലത്തെ AC റൂമുകളൊക്കെയാണല്ലേ? AC റൂമിലല്ല, AC പ്ലാന്റിലാണ്. താഴത്തേക്ക് ഇല്ല, താഴത്തേക്കൊന്നും എഫക്ട് ചെയ്തിട്ടില്ല. താഴത്തേക്ക് എന്തൊക്കെ റൂമുകളാണ് ഉള്ളത്? താഴെ വാർഡാണ്, പക്ഷെ അത് 8th ഫ്ലോറിലാണ്. ഇത് 9th ഫ്ലോറിലാണ് ഇതുണ്ടായത്. അവിടെ ഒന്നും പേഷ്യൻസിനെ എഫക്ട് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഇതില്ലായിരുന്നു. സ്പ്രെഡ് ആകാതെ എന്തായാലും നിയന്ത്രിക്കാൻ പറ്റിയല്ലേ? ഈ ബ്ലോക്കാണോ? അല്ല, ഞങ്ങൾ ഓൾഡ് ബ്ലോക്കാണ്. ഞങ്ങൾ ED സ്റ്റാഫ്സ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും എമർജൻസീസ് വന്നിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. താങ്ക് യു. സമയത്ത് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവസ്ഥ? ഞാൻ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുഴപ്പമില്ല, നോർമലായിട്ട് കാണുന്നു. ഏതായാലും രോഗികളൊന്നും ഇല്ല ബ്ലോക്ക് സ്ഥലമല്ല അല്ലേ? അല്ലല്ല. ഇത് തന്നെയാണ് പൂജ. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പറഞ്ഞതുപോലെ AC പ്ലാന്റിലാണ് ആ തീപിടുത്തം ഉണ്ടായത്. രോഗികളൊന്നും തന്നെ ഉള്ള ഒരു മേഖലയല്ല. അതിന് താഴെ 8ാം നിലയിലൊക്കെയാണ് ഈ പേഷ്യൻസ് ഉള്ളത്. എന്നാലും ആ സ്ഥലത്തേക്കൊന്നും തീയ ഒന്നും തന്നെ പടരാതെ അത് കെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായൊരു കാര്യം. അപ്പോൾ ഏതായാലും ആശുപത്രിക്കകത്ത് നിന്ന് പുറത്തേക്ക് മാറ്റിയിരുന്ന മാറിയ ജീവനക്കാരെയൊക്കെ തന്നെ നിലവിൽ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തോട്ട് കയറാൻ പറഞ്ഞോ? കെടുത്തിയത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളോട് അകത്ത് പ്രവേശിക്കാൻ പറഞ്ഞിട്ട് കയറുവാണോ? മാഡം അകത്തോട്ട് കയറാൻ പറഞ്ഞോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഏതായാലും സ്ഥിതിഗതികൾ അത് കൺട്രോൾഡ് ആയിട്ടുണ്ട്, പൂർണ്ണമായും തന്നെ കൺട്രോൾഡ് ആയിട്ടുണ്ട്. നേരത്തെ ഈ പുക ഉയർന്നതിനെ തുടർന്ന്, തീ പിടിച്ചതിനെ തുടർന്ന് അകത്തു നിന്ന് പുറത്തേക്ക് പോകാൻ നിർദ്ദേശിച്ച ആളുകൾ, ജീവനക്കാർ, ഡോക്ടർമാരൊക്കെ തന്നെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 9ാം നിലയിലുണ്ടായ തീപിടുത്തം അത് പൂർണ്ണമായും തന്നെ അണക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. അതിലും ഇപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല.